ദളപതി വിജയിയുടെ 33 വർഷം നീണ്ട ഐതിഹാസികമായ സിനിമാ ജീവിതത്തിന് വിരാമമിടുന്ന അവസാന ചിത്രമെന്നുള്ള നിലയിൽ ആഗോളതലത്തിൽ വലിയ കാത്തിരിപ്പിലായിരുന്ന ജനനായകൻ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പല വിവാദങ്ങൾക്കും ട്രോളുകൾക്കും അകപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി താരം പടിയിറങ്ങുന്ന ചിത്രത്തെ ഏറെ വൈകാരികമായാണ് ആരാധകർ കാത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തെ നിരാശയാകുന്ന കാഴ്ചയാണ് കണ്ടത്. സിനിമയുടെ നിലവാരത്തെയും സാങ്കേതിക മികവിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ട്രെയിലറിലെ ഒരു രംഗത്തിൽ ഗൂഗിൾ ജെമിനി എഐയുടെ വാട്ടർമാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഏകദേശം 400 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഇത്രയും വലിയൊരു പ്രൊജക്ടിൽ അണിയറ പ്രവർത്തകർ കാണിച്ച അശ്രദ്ധ വിജയെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിന് ലഭിക്കേണ്ട അന്തസ്സാർന്ന യാത്രയയപ്പിനെ മങ്ങലേൽപ്പിച്ചു എന്നാണ് ഉയരുന്ന പ്രധാന പരാതി. ട്രെയിലറിന്റെ 23-ാം സെക്കൻഡിൽ വിജയ് തോക്ക് ലോഡ് ചെയ്യുന്ന രംഗത്തിൽ താഴെ വലത്തേ അറ്റത്താണ് ജെമിനിയുടെ ലോഗോകൾ വ്യക്തമായി കാണുന്നത്. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഇത്രയും വലിയൊരു സിനിമയിൽ ലളിതമായ ഒരു ഷോട്ടിനായി എഐ ഉപയോഗിച്ചതും അതിന്റെ വാട്ടർമാർക്ക് പോലും നീക്കം ചെയ്യാനായി മറന്നുപോയതും അണിയറ പ്രവർത്തകരുടെ അശ്രദ്ധയാണെന്നാണ് സിനിമാ പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത്. സാങ്കേതിക പിഴവുകൾക്ക് പുറമെ ചിത്രം ഒരു റീമേക്ക് ആണെന്നതും വിമർശനങ്ങളുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ബാലകൃഷ്ണ നായകനായ തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയുടെ റീമേക്കാണ് ജനനായകൻ എന്ന് ട്രെയിലറിലെ പല രംഗങ്ങളും സൂചന നൽകുന്നുണ്ട്. നേരത്തെ ഇതൊരു നേരിട്ടുള്ള റീമേക്ക് അല്ലെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നുവെങ്കിലും ട്രെയിലറിലെ സാമ്യതകൾ ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ്. വിമർശനങ്ങൾക്കിടയിലും ചിത്രത്തിലെ വൻ താരനിര പ്രതീക്ഷ നൽകുന്നതാണ്. ചിത്രം ജനുവരി 9-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രീ ബുക്കിംഗ് റിലീസുകളിൽ തന്നെ ചിത്രം നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ്.